ഹരേ കൃഷ്ണ. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഈ ഒരു ശ്ലോകത്തിലാണ് ഭഗവാന്റെ നരസിംഹാവതാരം വർണ്ണിക്കുന്നത്. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദത്ഭുതമിതി വ്യുത്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസദ്വർഷ്മാ സമാജൃംഭതാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ജയ പ്രഹ്ലാദേശ ജയ നരസിംഹ. ജയ ജയ നരസിംഹ. നാരായണ. ഇനി പറയാണ്, ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം. ദൈത്യേ ദിക്ഷു. ദൈത്യേ, ആ അസുരനായിട്ടുള്ള ഹിരണ്യകശിപു. ദിക്ഷു എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകളാണ്. ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ട ശബ്ദം ഇപ്പോൾ ഹിരണ്യകശിപുവിന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. താൻ വെട്ടിയത് തൂണിലാണ്, പക്ഷേ ശബ്ദം എമ്പാടും മാറ്റൊല്ലിക്കൊള്ളുകയാണ്. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, ഈ അണ്ടകടാഹം മുഴുവൻ തന്നെയും ഓരോ അണുവിലും അതങ്ങനെ പ്രകമ്പനം കൊണ്ടു എന്ന് പറയുമ്പോൾ ഓരോന്നിൽ നിന്നും ആ ശബ്ദം അങ്ങനെ പ്രതിധ്വനിക്കുന്നതായിട്ട് ഹിരണ്യകശിപുവിന് തോന്നി. തൻ്റെ ചുറ്റിനുമുള്ള ഓരോ അണുവിലും ആ ശബ്ദം കേൾക്കുന്നതായിട്ട്. അതുകൊണ്ട് തൻ്റെ കണ്ണുകളെ വിസൃഷ്ടചക്ഷുഷി, 4 വശവും അങ്ങനെ നോക്കുകയാണ്. ആ ഹിരണ്യകശിപുവിൻ്റെ കണ്ണുകൾ 4 വശവും അങ്ങനെ പായുകയാണ്. താൻ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ, കേട്ടതെന്നറിയാൻ. മഹാസംരംഭിണി, അതിക്രുദ്ധനായിട്ടുള്ള തൻ്റെ ഭാവം അപ്പോൾ, ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ നിന്നും വന്ന ഭാവം അപ്പോൾ ക്രോധമായിരുന്നു. കാരണം താൻ ഈ തൂണിലിങ്ങനെ തൻ്റെ വാള് വീശിയൊന്ന് തൂണിലെ വിഷ്ണുവിനെ കാണാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ ചുറ്റിനുമുള്ള ഓരോ മൺതരിയിൽ നിന്നും ഈ ശബ്ദം കേട്ടത് ഇതെന്തോ മായാജാലമാണ്. ഒന്നുകിൽ തൻ്റെ പുത്രനായ പ്രഹ്ലാദൻ്റെ ആവാം, അല്ലെങ്കിൽ ആ സാക്ഷാൽ വിഷ്ണുവിൻ്റെ ആകാം എന്ന് കരുതി, തന്നെയുമല്ല താനൊന്ന് ഭയന്ന് വിറച്ചു എന്നുള്ളത് കൊണ്ട് ആ ഭയത്തിൽ നിന്നും ഉടലെടുത്ത ഒരു ക്രോധം. അല്ലെങ്കിൽ നമുക്കിവിടെ തോന്നാം, എന്തിനാണ് ക്രോധം വരുന്നത്? ഭയമല്ലേ ഉണ്ടാകേണ്ടത്? തന്നെയല്ലേ ഈ ശബ്ദം കേൾക്കുമ്പോൾ നാലുപാടും ഈ രീതിയിൽ ഭയത്തോടുകൂടി എന്തുകൊണ്ട് നോക്കി? അത് തൻ്റെ ഉള്ളിലുള്ള ആ ഭയത്തിൽ നിന്നും ഉണ്ടായ ഒരു ക്രോധമാണ് അവിടെ. തനിക്കെന്തോ ആപത്ത് വരുന്നു, അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് ഇങ്ങനെയൊരു ശബ്ദം കേട്ടത്? ഇത്രയേറെ ഭയാനകമായൊരു ശബ്ദം, ആ ഘോരമായ ശബ്ദം തന്നെ വിറപ്പിച്ചു കളഞ്ഞു എന്നറിഞ്ഞപ്പോൾ, എന്നൊരു നിമിഷം തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ക്രോധം, തൻ്റെ ആ ഒരു ആസുരിക ഭാവമൊക്കെ, തൻ്റെ ഉള്ളിലെ ആ ഒരു മഹാ ആസുരികതയൊക്കെ ഉടഞ്ഞു വീഴുന്നതായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ആ കോപം
അങ്ങനെ അതിക്രുദ്ധനായിട്ട് തൻ്റെ നാലുപാടും ഈ ശബ്ദത്തിൻ്റെ ഉടമയെ, ഈ ശബ്ദത്തിൻ്റെ ഉറവിടത്തെ തേടുകയായിരുന്നു. ആ സമയത്ത് സ്തംഭത സംഭൂതം, സ്തംഭത, ആ തൂണിനുള്ളിൽ നിന്നും സംഭൂതം ഉണ്ടായി, പുറത്തേക്ക് ചാടി. എന്താ ചാടിയത്? ആ ചാടിയതിൻ്റെ രൂപമാണ് വർണ്ണിക്കുന്നത്. ന മൃഗാത്മകം ന മനുജാകാരം. ന മൃഗാത്മകം, മൃഗത്തിൻ്റെ സ്വരൂപമല്ല. ന മനുജാകാരം, എന്നാലോ മനുഷ്യൻ്റെ ഒരു രൂപവുമല്ലാത്ത, മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത വപുസ്തേ വിഭോ, വപുഹു, അങ്ങനെയുള്ള രൂപം ശരീരത്തോടു കൂടിയ തേ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് വിഭോ, സർവവ്യാപിയായുള്ളവനെ ഭഗവാനെ. ഇവിടെ ഹിരണ്യകശിപുവിന് തൻ്റെ ചുറ്റിനും സർവവ്യാപിയായിട്ടുള്ള ഒന്നിനെ അറിയാനും അംഗീകരിക്കാനും കഴിയാതെ വന്നപ്പോൾ, ശരി, തന്നെപ്പോലെ ഒരു ആസുരിക ഭാവത്തിൽ തന്നെ തൻ്റെ മുന്നിലേക്ക്, ആ ഹിരണ്യകശിപുവിൻ്റെ മുന്നിലേക്ക് കുതിച്ചു ചാടിയ ആ രൂപം, അതിന് മൃഗത്തിൻ്റെ രൂപവുമില്ല, മനുഷ്യൻ്റെ രൂപവുമല്ല, എന്നാലോ ഇത് രണ്ടും ചേർന്നതുമാണ് താനും. അങ്ങനെയുള്ള, അല്ലയോ ഭഗവാനെ വിഭോ, അല്ലയോ ഗുരുവായൂരപ്പ, കിം കിം ഭീഷണമേതദത്ഭുതമിതി, കിം കിം, ഭഗവാനെ എന്തൊരു ആശ്ചര്യമാണ്, എന്തൊരത്ഭുതമാണ്. ഭീഷണമേതദത്ഭുതമിതി, ഇവിടെ എന്താണ് എന്നും പറഞ്ഞിട്ട് തൻ്റെ ചുറ്റിനും നോക്കുകയാണ് അസുരൻ. ആ സമയത്ത് ഭീഷണമേതദത്ഭുതമിതി, ഭീഷണം ഏതത് അത്ഭുതം ഇതി, ഇങ്ങനെ 4 വാക്കുകൾ അതിൽ ചേരുന്നുണ്ട്. ഭീഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളത്, അതായത് നമുക്ക് കണ്ടാൽ ഭയം ജനിപ്പിക്കുന്നതായിട്ടുള്ള ഏതത്, ഇത്, അതായത് യാതൊന്നാണോ ഇപ്പോൾ തൻ്റെ മുൻപിലേക്ക് ചാടിയത് അത്, അതിൻ്റെ സ്വരൂപം ഇങ്ങനെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഇത്, അത്ഭുതമിതി, കിം കിം അത്ഭുതം, ഇതെന്ത് അത്ഭുതമാണ്, ഇതെന്താണ് തൻ്റെ ചുറ്റിനും തനി കാണുന്നത് എന്ന് തൻ്റെ കൺമുൻപിൽ കാണുന്ന ഈ രൂപത്തെ അങ്ങോട്ട് വിശ്വസിക്കുവാനാവാതെ ഇതെന്ത് അത്ഭുതമാണ് എന്ന് ഇതി എന്ന വ്യുൽഭ്രാന്തചിത്തേ സുരേ, വ്യുൽഭ്രാന്തചിത്തേ അസുരേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് വ്യുൽഭ്രാന്തചിത്തേ സുരേ. വ്യുൽഭ്രാന്തചിത്തേ, ഉള്ളുകൊണ്ട് ഭയന്നവനായിട്ടുള്ള, അമ്പരന്ന് പോയിട്ടുള്ളവനായിട്ടുള്ള ആ ഹിരണ്യകശിപു, അസുരേ, ആ ഹിരണ്യകശിപു അപ്പോൾ വിസ്ഫൂർജ ധവളോഗ്രരോമവികസദ്വർഷ്മാ സമാജൃംഭത, വിസ്ഫൂർജ, ഇങ്ങനെ എഴുന്നു നിൽക്കുന്നതായിട്ടുള്ള ധവളോഗ്രരോമ, ധവളം എന്നാൽ വെള്ള നിറത്തിലുള്ള, വെളുത്ത നിറത്തിലുള്ള, ഉഗ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രൗദ്രഭാവത്തെ കാണിക്കുകയാണ്. അങ്ങനെ കൂർത്ത് എഴുന്നു നിൽക്കുന്നതായിട്ടുള്ള രോമങ്ങൾ, വികസദ്വർഷ്മ, വികസത്, അതായത് അത് മുഴുവൻ അങ്ങനെയുള്ള രോമങ്ങൾ വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ഉടലോട് കൂടിയ, വർഷ്മ എന്ന് പറഞ്ഞാൽ ഉടലോട് കൂടിയ ആ രൂപം, സമാജൃംഭത, വളരെ വലുതായിട്ട് അങ്ങോട്ട് വളരുവാൻ തുടങ്ങി. അപ്പോൾ തൻ്റെ മുന്നിലേക്ക് കുതിച്ചു ചാടിയ ആ രൂപം, ഹിരണ്യകശിപുവിൻ്റെ മുൻപിൽ തന്നെ കാണിച്ചു കൊടുക്കുവാനായിട്ട് എടുത്തു ചാടിയ മനുഷ്യനും മൃഗവുമല്ലാത്ത ആ രൂപം, പക്ഷെ ആ രൂപം കഴുത്തിന് താഴേക്ക് മനുഷ്യൻ്റെ രൂപമാണെങ്കിൽ കഴുത്തിന് മുകളിലേക്ക് ഒരു സിംഹത്തിൻ്റെ രൂപമായിരുന്നു. ആ സിംഹമാകട്ടെ കഴുത്തിന് മുകളിലേക്ക് സിംഹമാണെങ്കിലും കഴുത്തിന് താഴേക്ക് മനുഷ്യരൂപമാണെങ്കിലും ദേഹമാകെ അങ്ങനെ ആ സിംഹത്തിൻ്റേതായിട്ടുള്ള വെളുത്ത്
കൂർത്ത രോമങ്ങളാൽ ദേഹമാകെ അങ്ങനെ നിറഞ്ഞിരുന്നു. കണ്ടാൽ അതിഭയങ്കരമായിട്ടുള്ള അതിഘോരമായിട്ടുള്ള ആ നരസിംഹമൂർത്തിയുടെ അവതാരം ആ ഹിരണ്യകശിപുവിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ട് അവിടെ നിന്നില്ല. ഹിരണ്യകശിപുവിന് പ്രാപിക്കുവാൻ പിടിക്കുവാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ, തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നതിന് മുൻപ് തന്നെ അങ്ങനെ അമ്പരന്ന് നിന്ന ആ ഹിരണ്യകശിപുവിൻ്റെ മുൻപിൽ അതങ്ങനെ വലുതായി വളരുവാൻ തുടങ്ങി. അതായത് ഒരു നിമിഷം കൊണ്ട് ഹിരണ്യകശിപു എന്ന ആ അസുരനിലെ ആസുരികതയെ അക്ഷരാർത്ഥത്തിൽ തവിടുപൊടിയാക്കുകയായിരുന്നു, ഭസ്മീകരിക്കുകയായിരുന്നു അവിടെ ഭഗവാൻ. ഒന്നും ചെയ്യുവാനാകാതെ ഭയന്ന് വിറച്ചമ്പരന്ന് നിന്ന ആ ഹിരണ്യകശിപു കണ്ടത് ആ രൂപം തന്നെപ്പോലെ തന്നെ ആ തൂണിൽ നിന്നും എടുത്തു ചാടി ഏകദേശം അതേ രൂപം മാത്രം, അതേ വലുപ്പം മാത്രമുണ്ടായിരുന്ന ആ രൂപം, ആ രൂപത്തിൻ്റെ പ്രത്യേകത, ആ രൂപത്തിൽ നിന്നും പുറപ്പെട്ട ആ സ്തംഭത്തിൽ നിന്നും പുറപ്പെട്ട ശബ്ദമായിരുന്നു ഭയപ്പെടുത്തിയത്. ഒടുവിൽ തൻ്റെ മുന്നിലേക്ക് കുതിച്ചു ചാടിയ ആ രൂപം, ഇതെന്ത് അത്ഭുതമാണ്, എന്ത് മായയാണ് ഞാൻ ഈ കാണുന്നത് എന്ന് അമ്പരന്ന് നിന്ന ആ ഹിരണ്യകശിപുവിനൊന്ന് ശബ്ദിക്കുവാൻ പോലും ആകുന്നതിന് മുൻപ്, ആ അമ്പരപ്പ് വിടുന്നതിന് മുൻപ് തന്നെ ആ നരസിംഹമൂർത്തി അങ്ങനെ വളരുവാൻ തുടങ്ങി. വളരെ വലുതായിട്ട്, ഹിരണ്യകശിപുവിന് സങ്കല്പിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വളരെ വലുതായിട്ട് ആ കൂർത്തുമൂർത്ത രോമങ്ങളോട് കൂടിയ, വെളുത്ത രോമങ്ങളോട് കൂടിയ ആ നരസിംഹമൂർത്തി അങ്ങനെ ഭയാനകമായി വളർന്നു. ഹിരണ്യാക്ഷനെ കൊല്ലുവാൻ ഭഗവാൻ ആ വരാഹാവതാരം എടുത്തപ്പോൾ എത്ര പെട്ടെന്നായിരുന്നു ആ വരാഹാവതാരം 3 ലോകങ്ങളെയും കീഴടക്കുന്ന വിധത്തിൽ വളർന്നത്. അതേപോലെ തന്നെ ഇവിടെ ഹിരണ്യകശിപുവിനെ കൊല്ലുവാൻ നരസിംഹാവതാരം എടുത്തു വന്ന ഭഗവാൻ, ആദ്യം നമുക്കറിയാം വരാഹാവതാരം ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്നും പുറത്തു ചാടുമ്പോൾ വളരെ ചെറുതായിരുന്നു. ഇവിടെ ആ തൂണിൽ നിന്നും ചാടിയ ആ രൂപം വളരെ പെട്ടെന്ന് തന്നെ ഭയാനകമായ ഒരു വളർച്ചയായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഹിരണ്യകശിപുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന നരസിംഹമൂർത്തിക്കായിക്കൊണ്ട് കോടി 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 പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, നരസിംഹമൂർത്തി കീ ജയ്, ഭക്ത പ്രഹ്ലാദ് കീ ജയ്, ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ. കിം കിം ഭീഷണമേതദത്ഭുതമിതി വ്യുൽഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസദ്വർഷ്മാ സമാജൃംഭഥാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവിടെ 2-3 ശ്ലോകങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഈ ശ്ലോകവും കൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഒപ്പം ജയ പ്രഹ്ലാദേശ, ജയ നരസിംഹമൂർത്തേ എന്നുകൂടി ചേർക്കേണ്ടതുണ്ട്. ആ നരസിംഹമൂർത്തിക്ക് എല്ലാ ജയവും ഭഗവാനല്ലാതെ മറ്റാർക്കാണ് ജയം? എന്നിരുന്നാലും ആ ജയഘോഷം എല്ലാ മംഗളവേദികളിലും മുഴങ്ങുന്നത് പോലെ ഇതും ഒരു മംഗളമുഹൂർത്തമാണ്. ജയ നരസിംഹ, ജയ പ്രഹ്ലാദേശ, പ്രഹ്ലാദൻ്റെ ഈശനായിട്ടുള്ളവനെ ഭഗവാനെ, അവിടുത്തേക്ക് ജയ് 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 ഭഗവാനെ. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിലും കുറച്ച് സമസ്ത പദങ്ങളുണ്ട്. പൊതുവെ ഈ ഒരു ദശകത്തിൽ തന്നെ നമുക്ക്
അറിയാം ധാരാളം സമസ്ത പദങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം കട്ടിയുള്ള ഒരു ദശകം തന്നെയാണ്. വായിക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാവുന്ന ഒരു ദശകമാണ്. പക്ഷെ പറഞ്ഞതുപോലെ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുജനെ പാരിലയച്ചതീശൻ. അത് കൈകൾ കൊണ്ട് തന്നെയല്ല, നമ്മുടെ ഹൃദയം കൊണ്ടും എല്ലാത്തിനെയും നമുക്ക് വശത്തിലാക്കാൻ കഴിയും. നമ്മുടെ ഒരല്പം പരിശ്രമം ഉണ്ടായിരുന്നാൽ മതി. ഭഗവാന് ഭഗവത്ഗീതയിൽ അർജുനൻ എൻ്റെ മനസ്സ് ചഞ്ചലമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, മനസ്സിനെ അടക്കാൻ എന്തേ വേണ്ടു? അഭ്യാസേന തു കൗന്ദേയ. അഭ്യാസം കൊണ്ട് നമുക്ക് അതിനെയും നമ്മുടെ കൈവശത്താക്കാൻ കഴിയും. ഇതും ഒരല്പം നമ്മളൊന്ന് ബുദ്ധിമുട്ടിയാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചധികം കൂടി, ഒരുപക്ഷെ മറ്റ് ദശകങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം കൂടി കഷ്ടപ്പെടേണ്ടി വരും ഈ ദശകം ഒന്ന് വായിച്ച് പഠിക്കുവാൻ. പക്ഷേ വായിച്ചെടുത്താൽ ഗുരുവായൂരപ്പൻ്റെ ആ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും, അത് ഉറപ്പാണ്. കാരണം ഈ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു സേവയാണ്. അത് ഭഗവാന് വേണ്ടിയിട്ടുള്ള ഒരു അർച്ചനയാണ്. ആ അർച്ചന നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ തിരിച്ച് നമ്മളിൽ ഒരു അർച്ചന നടത്തും, അനുഗ്രഹാർച്ചന. ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം. ഭഗവാൻ കൈപിടിച്ച് നടന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ ആനന്ദം തൂകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരല്പം പരിശ്രമം അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ദശകം പഠിച്ചെടുക്കുവാനും കഴിയും, ഭഗവാന്റെ അനുഗ്രഹം നേടുവാനും കഴിയും. ഇനി അടുത്തത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു. രണ്ടാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വരിയിൽ മഹാസംരംഭിണി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അടുത്തത് സ്തംഭതസംഭൂതം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനിയും ചേർത്ത് വായിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, തുടക്കക്കാർക്കായിക്കൊണ്ട് പറയട്ടെ, അവിടെ സ്തംഭത തഹ, അവിടെ വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ നിർത്തിക്കൊണ്ട് താഴെ സംഭൂതം എന്നെടുക്കാം. അതല്ല എങ്കിൽ സ്തംഭതസംഭൂതം എന്ന് ചേർത്ത് വായിക്കുന്നവരറിയുക, താഴത്തെ സംഭൂതം എന്നുള്ളതിൻ്റെ അവിടെ കൂട്ടക്ഷരമാണ്. അത് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് ന മൃഗാത്മകം ന മനുജാകാരം, അതൊരു കാരണവശാലും പിരിക്കരുത്. കാരണം മനുജാകാരം എന്നുള്ളത് ചേർത്ത് തന്നെ പറയേണ്ടതാണ്. മനുഷ്യൻ്റെ രൂപം, മനുജൻ്റെ ആകാരം. അപ്പോൾ ന മനുജാകാരം, മനുഷ്യൻ്റെ രൂപവുമായിരുന്നില്ല എന്നുള്ളത്. പിന്നെ അടുത്തത് ഭീഷണമേതദത്ഭുതമിതി, അവിടെ ഭീഷണം ഏതതാണ്. അപ്പോൾ ഭീഷണമേതത് അവിടെ ശ്രദ്ധിക്കുക. അവിടെ അതിനുശേഷം അത്ഭുതമിതി, അപ്പോൾ ഏതദത്ഭുതമിതി, ഏതദത്ഭുതം, ദായ്ക്ക് അകാരം കൊടുക്കുക. അത്ഭുതമിതി, അവിടെ ഈ കാരം കൊടുക്കുക. പിന്നെ അടുത്തത് വ്യുത്ഭ്രാന്ത ചിത്തേ സുരേ, വിശ്ലേഷണമുണ്ട്, എകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത വരിയും പറഞ്ഞതുപോലെ വലിയൊരു പദമാണ്. വിസ്ഫോർജ ധവളോഗ്രരോമ വികസദ്വർഷ്മ, അവിടെ അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ അതെടുക്കുക. അത് പിരിക്കാതെ തന്നെ വായിക്കുക. വിസ്ഫോർജ ധവളോഗ്രരോമ വികസദ്വർഷ്മ, അവിടെയും ദ്വ എന്നുള്ള വികസത്ത് വർഷ്മാണ്. എന്നിരുന്നാലും അത് പിരിക്കാതെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് സമാജൃംഭഥാ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ ദീർഘം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തുകയും വേണം. ഇനിയും ഈ പറഞ്ഞ നമ്മളിതിനോടൊപ്പം ചേർക്കാൻ പറഞ്ഞ ശ്ലോകവും അത് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ 2 ജയ്, അതും വായിക്കാൻ, അത് ആർക്കെങ്കിലും അത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് നമുക്ക് ആ ശ്ലോകം അത് ചേർത്ത് തരുന്നതായിരിക്കും. അതെഴുതി അതിൻ്റെ കമൻറ്റിനോടൊപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അത് ഇട്ട് തരാവുന്നതാണ്.
ആർക്കെങ്കിലും അത് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതിനി 3-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഈ ഒരു ദശകം പൊതുവെ കുറച്ച് വലിയ വലിയ ശ്ലോകങ്ങളും ഒക്കെ ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് 2-3 ശ്ലോകങ്ങൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെന്ന് വരും ഒരു സത്സംഗത്തിൽ. കഴിയുന്നത്ര ശ്രമിക്കാമെന്നേ പറയാൻ കഴിയൂ. ഏതായാലും 3-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.